ആരോഗ്യ മേഖലയിൽ കേരളം ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. പക്ഷെ ആലപ്പുഴയിൽ നടന്നത് പ്യുവർ നെഗ്ലിജൻസ് ആണ്, അല്ലെങ്കിൽ മെഡിക്കൽ എറർ ആണ്, അല്ലെങ്കിൽ നെവർ ഇവൻസ് ആണ്. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദി ആ OT-യിലുണ്ടായിരുന്ന രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഇൻചാർജ് ആയിരിക്കും. കാരണം ഏതൊരു പ്രൊസീജിയറിന്റെയും ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ പ്രൊസീജിയർ എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഒരു നേഴ്സ് അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന നേഴ്സ് കൗണ്ട് ചെയ്ത് തിട്ടപ്പെടുത്തേണ്ടതാണ്. ഒരിക്കലും ഒരു ഡോക്ടർ അവിടെ നിന്നിട്ട് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡോക്ടർ സർജറിയിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, ബിസി ആയിരിക്കും. അപ്പൊ ഡോക്ടർ ഇങ്ങനെ കൈ കാണിക്കുന്നേ ഉള്ളൂ, ആ രജിസ്റ്റേർഡ് നേഴ്സാണ് എടുത്തു കൊടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രൊസീജിയറിന് മുന്നേ എത്ര കോട്ടൺ യൂസ് ചെയ്തു, എത്ര ഗോസ് പീസ് യൂസ് ചെയ്തു, എത്ര ഇൻസ്ട്രുമെന്റ്സ് ഹാൻഡിൽ ചെയ്തു, ഇതിന്റെ എല്ലാം ഒരു കണക്ക് ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ് കൗണ്ട് ചെയ്ത് വെക്കേണ്ടത്. ബിഫോർ ദ പ്രൊസീജിയറും ആഫ്റ്റർ ദ പ്രൊസീജിയറും ഈ സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യേണ്ടത്. കാരണം അത്രയും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഡോക്ടറിനൊന്നും ചെയ്യാനില്ല. ഡോക്ടർ അതിനേക്കാളും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതേപോലത്തുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് നേഴ്സ് തന്നെയാണ്. നേഴ്സിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ ഇത് മറന്നുപോയി, കൗണ്ട് തെറ്റിപ്പോയി, പക്ഷെ പിന്നീട് നേഴ്സിന് അത് ഓർമ്മ വന്നു, പക്ഷെ ഈ സംഭവങ്ങളെല്ലാം ക്ലോസ് ചെയ്തു, അപ്പോൾ അതൊരു വലിയൊരു ഇൻസിഡന്റ് ആയിട്ട് ക്രിയേറ്റ് ആവും. അവിടെ ഒരു പണി തെറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ ആയപ്പോൾ ഇതങ്ങ് എല്ലാവരും അങ്ങ് കണ്ണടച്ചു പോയതായിരിക്കാം. നേഴ്സുമാർ കണ്ണടച്ചു പോയതായിരിക്കാം. വീട്ടിൽ ചെന്നിട്ട് ഓർമ്മിച്ചു കാണും, അയ്യോ അതൊരു ഒരെണ്ണം മിസ്സായി പോയല്ലോ, അത് എവിടെ പോയെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അതൊരു നെഗ്ലിജൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദി ആ രജിസ്റ്റേർഡ് നേഴ്സ് തന്നെയായിരിക്കും. ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കുറെ നല്ല നേഴ്സുമാരുണ്ട്, എമ്പതിയും സിമ്പതിയും വാരിക്കോരി തരുന്ന കുറെ നേഴ്സുമാർ. പക്ഷെ അവരുടെ ഇടയിൽ നെഗ്ലിജൻസും മെഡിക്കൽ എററും കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്ന ഒട്ടനവധി നേഴ്സുമാരുണ്ട്. അവരെല്ലാം ഇൻഡയറക്ട്ലി നമ്മളെ പോലുള്ള കോമൺ മാന്റെ ഹെൽത്തിനെ വെച്ചിട്ടാണ് കളിക്കുന്നത്, ഹ്യൂമൻ ബോഡി വെച്ചിട്ടാണ് കളിക്കുന്നത്. ശരിക്കും നമ്മളെ പോലുള്ള സാധാരണക്കാർ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നു, അവർ ഡിസൈഡ് ചെയ്യുന്നു ഇതാണ് സർജറി, ഇത് ചെയ്യണം, നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ ഓക്കെ, സൈൻ ഇട്ട് കൊടുക്കുന്നു, ചെയ്യുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. ഇത്രയും നമുക്കറിയാവൂ. നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാരണം നമുക്ക് ആ ഒരു സെക്ടറിനെ തന്നെ, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന സെക്ടർ, ആ വലിയൊരു സെക്ടറിനെ നമ്മളെ വിശ്വാസം പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. നല്ല ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് സർജറിയും മേജർ ആയിട്ടുള്ള സർജറി എല്ലാം ചെയ്യുക. അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് ചെയ്യും. നമുക്ക് വോയിസ് റേസ് ചെയ്യാൻ പറ്റും, നമ്മുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടും. ഇതൊക്കെ കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ബെറ്റർ ആണെന്ന് എനിക്കിപ്പം തോന്നുന്നു. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എനിക്കറിയത്തില്ല.